റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. വോട്ടെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് വ്യാപകമായി വോട്ടവകാശം നിഷേധിച്ചെന്ന് പരാതി. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായ നിലമ്പൂർ അമൽ കോളേജിന് മുന്നിൽ ധർണ നടത്തി പ്രതിഷേധിച്ചു. നേരത്തെ പോസ്റ്റൽ ബാലറ്റിംഗിന് അപേക്ഷിച്ചവർക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയ വോട്ടേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററിൽ വോട്ട് ചെയ്യാനാണ് ക്രമീകരണം ഒരുക്കിയിരുന്നത്. അമൽ കോളേജിൽ വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളുടെ കേന്ദ്രങ്ങളുണ്ട്. ഇന്ന് സെന്ററിൽ വോട്ട് ചെയ്യാൻ ചെന്നപ്പോഴാണ് പട്ടികയിൽ പലരുടെയും പേരില്ലായിരുന്നു. ഇന്ന് പോസ്റ്റൽ ബാലറ്റിനുള്ള അവസാന അവസരമായിരുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിൽ 20,000-ഓളം ജീവനക്കാരുണ്ട്. അവരിൽ പകുതി പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് സമരക്കാർ പറയുന്നു. ലിസ്റ്റിൽ പേരില്ലാത്തതാണ് കാരണം. വോട്ട് ചെയ്തവർക്ക് ഏറെ നേരം വരി നിൽക്കേണ്ടിയും വന്നു. നേരത്തെ പരിശീലന കേന്ദ്രങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നുവെന്ന് സമരക്കാർ പറഞ്ഞു. ഇന്ന് നടന്ന ധർണ ഷൈജി ഷിജു ഉദ്ഘാടനം ചെയ്തു. കെ അജീഷ് അധ്യക്ഷത വഹിച്ചു. ഉമേഷ്, പി രജനി, കെ വ്യാസൻ എന്നിവർ സംസാരിച്ചു. ഈ പ്രതിഷേധം വോട്ട് ചെയ്യാൻ അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ രോദനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിത് വോട്ട് ചെയ്യുക, നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്. ആ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഊണുമുറക്കവും മുടിച്ച് ഇന്ന് രാവിലെ 7 മണി മുതൽ വീട്ടിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങി 7 മണിക്ക് ഇവിടെ എത്തി, 8 മണിക്ക് ഇവിടെ എത്തി, നാളെ വൈകുന്നേരം 12 മണിയും 1 മണി വരെയും ഒക്കെ ജോലിയെടുക്കുന്ന ജീവനക്കാരുണ്ട്, അധ്യാപകരുണ്ട്. അതിലേറെ കൂടുതൽ ഈ മേഖലയ്ക്ക് വേണ്ടി ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ജീവനക്കാരുണ്ട്. അവരുടെ അവകാശമാണ് എല്ലാ കാലത്തും അവർക്ക് കൂടി വോട്ട് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത്. രാജ്യത്തെ ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്യിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അധ്യാപകരും ജീവനക്കാരും ഈ പ്രക്രിയയുടെ ഭാഗമാകുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്, ആർഒമാർ വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ്, കത്ത് കൊടുത്ത അല്ലെങ്കിൽ ആ തരത്തിലേക്ക് നിയമപരമായ എല്ലാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അധ്യാപകരും ജീവനക്കാരും വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഈ ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് നമുക്കറിയാം, ആദ്യമേ തന്നെ പോസ്റ്റൽ ബാലറ്റ് അപേക്ഷകള് അതാത് സെന്ററുകൾ സ്വീകരിച്ചു. സെന്ററുകൾക്ക് പുറമെ കളക്ടറേറ്റിനകത്ത്, പ്ലാനിംഗ് ബോർഡിന്റെ ഓഫീസിനകത്ത് അത് എത്തിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് എത്തിച്ചു കൊടുത്ത് ലിസ്റ്റ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാലറ്റ് പേപ്പറുകള് അതാത് ഫെസിലിറ്റി സെന്ററുകളിലായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. അവിടെ വന്ന് നോക്കുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ബാലറ്റ് പേപ്പറുകളില്ല. 2-3 ദിവസമായി ഈ പ്രക്രിയ ആരംഭിച്ചിട്ട് എസൻഷ്യൽ സർവീസിന്റെ വോട്ട് ആ തരത്തിലേക്ക് മാറും. അതുപോലെ തന്നെ അധ്യാപന ജീവനക്കാരെയും പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും വോട്ട് വേറെ രീതിയിലേക്കാണ് വേറെ സെന്ററുകൾ ഉണ്ടായിരുന്നത്. അത്തരം സെന്ററുകളിൽ 2, 3, 4 ദിവസം മുൻപ്, ആഴ്ചകൾക്ക് മുമ്പ് വന്ന സമയത്ത് അവിടെ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായില്ല. അന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അവകാശം ഈ കളക്ഷൻ സെന്ററിൽ ഉണ്ടായിരിക്കും, നിലമ്പൂരില് ഉണ്ടായിരിക്കും, സംസ്ഥാനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലുമുള്ള വോട്ടർ പട്ടിക എല്ലാ ബാലറ്റ് പേപ്പറുകളും ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ് രാവിലെ മുതൽ ഇവിടെ വന്ന ആളുകൾ വോട്ട് ചെയ്യാൻ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ബാലറ്റ് പേപ്പർ ഇല്ല, ഇഷ്യൂ ചെയ്തു എന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും അത്തരം ആളുകൾക്ക് പോലും ബാലറ്റ് പേപ്പർ ഇല്ല. വിഷൻ, നിലമ്പൂർ.
അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.